ബോള് കളിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം. ഞങ്ങള് പോവല്ലേ ഒരു ഉമ്മ തെറ്റ് ഒരു ഉമ്മ തെറ്റ് ഒരു ഉമ്മ തെറ്റ് ആണോ? ഇവരെ കൂടെ നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വെക്കേഷനായപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ അവരെ യാത്ര അയച്ച് നമുക്ക് ഇന്നലെ വന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പം ഇനി എന്തായാലും ബീച്ചിൽ പോകണം. അപ്പോൾ രാവിലെ തന്നെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. നമുക്ക് രാവിലെ സൈക്കിൾ എടുത്ത് ഇറങ്ങുമ്പോൾ കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്യാനുണ്ടാവും. കാഹിൻ്റെ സൈക്കിൾ കണക്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയൊരു തിരക്കൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് റൈഡ് ചെയ്താൽ പോരാൻ പറ്റുന്നുണ്ടായിന്. പിന്നെ നമ്മൾ ഇവിടെ വീട് വരുന്ന കുതിരവട്ടം ഏകദേശം ആ ഭാഗത്താണ്. അപ്പോൾ അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ബീച്ചിക്ക്. അപ്പം നമ്മൾ റൈഡ് ചെയ്ത് അങ്ങനെ പോന്നു. റോഡിലൊക്കെ ആൾക്കാർ നമ്മൾ റൈഡ് ചെയ്ത് പോരുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും. അതേപോലെ ഇപ്പോൾ ഞാനും മോനും പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതിലേറെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ കാഹിൻ്റെ ഈ സൈക്കിൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മോനിപ്പോൾ ആ ബാക്കിൽ കുട്ടി ഉണ്ടല്ലോ എന്നുള്ളൊരു സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ കാഹിൽ മുഖ്യം വേണ്ടി റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എല്ലാവരും റോട്ടിൽ വണ്ടിയിൽ പോകുന്നവരും സൈഡിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളെ റൈഡ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മളത് അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാക്സിമം കോഴിക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് ഇവിടെ കോഴിക്കോടിൻ്റെ എല്ലാ ഭംഗി ആസ്വദിച്ചിട്ട് വേണം നമുക്കിനി കോഴിക്കോടിനോട് വിട പറയാൻ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം നമ്മൾ കോഴിക്കോട് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ പിന്നീട് കണ്ണൂർ പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്ലാന് നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയ ആൾക്കാരാണല്ലോ. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കോഴിക്കോടാണ്. അത് നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്തു. ഇനി കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ കേരളം മൊത്തം കറങ്ങണം എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ ഒരു പ്ലാന്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നതാണ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ സൈക്കിൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത്. അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷവും അതിലേറെ എക്സൈറ്റ്മെൻറ്റും. കാരണം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്യണില്ല. അത് എങ്ങനെയാണോ വന്ന് ചേരുന്നത് അതിനനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ പോവുകയാണല്ലോ. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എക്സൈറ്റിംഗ് ആയിരിക്കും, ഓരോ പ്രതീക്ഷയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ സൈക്കിൾ അവിടെ മുകളിൽ പാർക്ക് ചെയ്തിട്ട് ബീച്ചിലൂടെ കുറേ നേരം കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ തന്നെ നമ്മൾ അതിനെ കൂടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. കാഹിലൊക്കെ വെള്ളത്തിൽ കിടന്ന് നല്ല കളിയാണ്. രണ്ടാൾക്കും നല്ല ഇഷ്ടമുണ്ട്. നമ്മൾ ഇന്നലെ ബീച്ചിൽ പോയിട്ടില്ലാണല്ലോ, ഇന്നാണ് നമ്മൾ ബീച്ചിലെത്തുന്നത്. അപ്പോൾ അവരോട് കുറേ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പറയുന്നതാണ് നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാൻ പോവാണ് ഒക്കെ ഉള്ളത്. അപ്പോൾ എന്നാൽ ബീച്ചിലെത്തുക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അടുത്ത സ്ഥിതിക്ക് രണ്ടാളും കളി തുടങ്ങി. അപ്പം ഇന്നിപ്പോൾ നമ്മളെന്താണെന്ന് വിചാരിച്ചതിന് നമുക്ക് പറ്റുമെങ്കിൽ ബോട്ടിംഗ് ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ കാഹിലിനൊക്കെ ഭയങ്കര താല്പര്യം. കാഹിലിനും ആരും എങ്ങടെ പോണേ? ബോട്ടിൽ പോവാണ്. ഹായ് പറഞ്ഞ നമ്മള് വണ്ടി അടിച്ചിട്ടാണ് അതോ കടലിന്റെ ഇതിലാണോ പോവാൻ പറ്റി? എടുക്കണ്ടേ? പൊന്തുന്നുള്ളൂ, പൊന്തി അറിയുന്നു. ആര്യ ഇങ്ങോട്ട് നോക്ക്. ആര്യ എവിടെയുള്ള കടല്ല? നമ്മളൊരു പ്രതീക്ഷയില്ലാതെ കേട്ടോ ഞാൻ അപ്പോൾ ബോട്ട് റൈഡിന് ഇറങ്ങിയത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അത് ചെയ്തത്. പക്ഷേങ്കിൽ കുട്ടികളെക്കാട്ടിലും നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ നമ്മൾ സൈക്കിളിലാണ് വന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി.
അവർ അങ്ങനെ നിങ്ങൾ പോയാൽ ശരിയാവില്ല എന്നാണ് ജ്യൂസ് മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഉച്ച സമയമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിനടുത്ത് തന്നെയുള്ള ഷോപ്പ് പറയുന്ന ഷോപ്പിലാണ് പോയത്. നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഭയങ്കര നല്ല ആംബിയൻസ് ആട്ടോ. ഞാൻ ഒക്കെ പറഞ്ഞപ്പോൾ നല്ല നൈസാണ്, വീഡിയോയിലൊക്കെ കണ്ടാണ് ഈ വായു പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷെ അതിനകത്ത് ചെന്നപ്പോഴാണ് നൈസ്. അവിടെ ചെന്ന് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നതാണ് നമ്മളെ വീഡിയോ കണ്ടിന്യൂ ന്യൂസിലെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ മീല പറഞ്ഞിട്ടുണ്ടായിന് 3 മീൽ, ഒരുപാട് കൂട്ടാനും 2 ഐറ്റം മീൻ കറിയും ഒക്കെ പാടെ വരുന്ന നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകണം. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷായി റെഡി ആയിട്ട് വേണം ഈവനിങ്ങിൽ ഒന്നും കൂടി നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ. അങ്ങനെ വീട്ടിലെത്തി കായലിൻ്റെ സൈക്കിളും എല്ലാം സെറ്റാക്കി നമ്മൾ ഇറങ്ങി. അങ്ങനെ പോണ വഴിയിൽ മാനാഞ്ചിറ എത്തിയപ്പോൾ അവിടെ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി വെക്കിയതാണ്. പക്ഷെ നമുക്ക് അവിടുത്തെ വൈബ് അങ്ങനെ അത്രയ്ക്ക് വലിയ പിടിച്ചില്ല. അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കേനെ എല്ലായിടത്തും. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ പെട്ടെന്ന് പോയി. പിന്നെ നേരെ പോയി ബീച്ചിലെത്തിക്കഴിഞ്ഞ് ബീച്ചിലും നല്ല തിരക്കേനെ. റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് സൈക്കിളായിട്ട് റൈഡ് ചെയ്ത് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഭാഗമൊക്കെ നമ്മൾ ഉരുട്ടിയിട്ടാണ് പോകുന്നത്, ചവിട്ടാൻ പറ്റാഞ്ഞിട്ട്. അങ്ങനെ ബീച്ചിലെത്തി. ഇനിയിപ്പം കുറച്ച് നേരം ഇവിടെ സെയിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സൈക്കിളൊക്കെ കണ്ടിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും ആളുകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് വണ്ടിയൊക്കെ നിർത്തി തന്നിട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം സെയിലൊക്കെ ചെയ്തിട്ട് ഇക്കാൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇവിടെ അടുത്ത് നല്ല നൈസ് തട്ടുകളുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. ഇന്നും നമ്മൾ അവരുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ചേട്ടന് എത്ര പെട്ടെന്നാണ് അറിയോ ഓരോ ഫുഡ് ഉണ്ടാക്കണത്. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നല്ല ദോശയും ചട്നിയും ചമ്മന്തിയും ഓംപ്ലേറ്റും ഒക്കെ കഴിച്ചിട്ട്, ഓംപ്ലേറ്റ് നിൽക്കണീൻ്റെ ഇടയിലാണ് 2-3 ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി തിരിച്ച് റൂമിൽ പോകണം. അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റൊക്കെ എടുത്തിട്ട്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇനി പോയി നല്ലൊരു ഉറക്കം ഉറങ്ങാം, അത്ര തന്നെ ഉള്ളൂ.